റീബർത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം, നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്ടൂറിയൻ ലൈറ്റ് വർക്കേഴ്സ്, അവരും സോളും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. അധികം ആരും ഈ ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ആർക്ടൂറിയൻ എനർജി വർക്കേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് വർക്കേഴ്സ്? അവരെ എന്താണ്, എങ്ങനെയാണ് അവരെ മനസ്സിലാക്കുക? ഹെവനിലെ ഡോക്ടേഴ്സ് എന്നാണ് അവർ അറിയപ്പെടുക. ജ്യോതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നമുക്കറിയാം ആ ഒരു പ്ലാനറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു നക്ഷത്രത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ഏറ്റവും ശക്തമായ നക്ഷത്രങ്ങളിൽ ഒന്നാണ് അല്ലേ അത്. ആ പേരുമായി ബന്ധമുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നാമോദയം സൂചിപ്പിക്കുന്ന ഒന്നാണ് ആർക്ടൂറിയൻ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ലൈറ്റ് വർക്കേഴ്സ് ഉണ്ടോ? നമുക്കതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അതും സോളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യം തന്നെ ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ അത്രയും പറയുമ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയ സംശയങ്ങളും അല്ലെങ്കിൽ ആർഗ്യുമെന്റുകളും ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. ഇത് എൻ്റെ ആത്മാവിൻ്റെ യാത്രയിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ധ്യാന സമയങ്ങളിൽ എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ പുറകെ പോയി ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റൊന്നാവാം, അതെന്തായാലും ഞാനുമായി ഷെയർ ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശരിക്കും അങ്ങനെയൊരു ആൾക്കാരുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 1,00,000-ലധികം ലൈറ്റ് വർക്കേഴ്സ് അത്തരത്തിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ വരുന്നു പോകുന്നു എന്നാണ് അറിവ്. ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിച്ചതായി കണ്ടു. പക്ഷെ അത് കണ്ടത് ഞാൻ കൂടുതലും ഇംഗ്ലീഷ് മാധ്യമങ്ങളിലാണ് കണ്ടത്. നമ്മുടെ മലയാളം മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം തേടി ഞാൻ പോകാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ധ്യാനത്തിൽ വന്നിരുന്ന സോളുകളോട് ഞാൻ സംസാരിക്കുമ്പോൾ ആ സോളുകളുടെ പെയിൻ, ഏത് സോളാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നതെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ഒന്നുകിൽ ആത്മഹത്യ ചെയ്ത സോളുകളാവാം, അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരണപ്പെട്ട സോളുകളാവാം. ഏത് തരത്തിലുള്ള സോളുകളാണ് ധ്യാന സമയങ്ങളിൽ നമുക്ക് അടുത്തേക്ക് വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല. അത്തരത്തിൽ വരുന്ന സോളുകൾക്ക് ഒരു തേങ്ങലുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് തന്നെ അവർ മരിച്ചു പോയി എന്നുള്ള റിയാലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ സമയം വേണം. അപ്പോൾ ഇതിനകത്ത് ഗരുഡപുരാണം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആത്മാവിന്റെ യാത്രയും കാര്യങ്ങളൊക്കെ ഗരുഡപുരാണത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ കാർഡിയാക് അറസ്റ്റ് പോണക്കുള്ള അസുഖങ്ങൾ വന്നിട്ട് CPR പോലെയുള്ള ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടുന്ന, അതിന് ശേഷം ഒരു 40 മിനിറ്റിന് ശേഷം സംസാരിക്കുന്നവർ പറയുന്നുണ്ട്, ഞാൻ ഇരുട്ട് നിറഞ്ഞൊരു ഗുഹയിൽ കൂടി പോകുന്നതായിട്ട് കണ്ടു, അവിടെ ചെന്നപ്പോൾ വെളിച്ചത്തിലേക്ക് അടുക്കുന്നതായി തോന്നി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സോളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെ? മെച്യൂരിറ്റി ആകാതെ മരിച്ചു പോകുന്ന അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന ആത്മാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഭൂമിയിൽ എത്ര കാലമാണോ അവരുടെ ഏജ്, ആ ഏജിന് അത്രയും അവർ പിന്നീട് ജീവിച്ച് തീർക്കണം. അലഞ്ഞു തിരിഞ്ഞ് ജീവിച്ച് തീർക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് വരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവളെന്താണ് ഈ പറയുന്നതെന്നല്ലേ? അല്ലെ, നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം. എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ആത്മഹത്യയിൽ നിന്നും അതിലേക്കുള്ള സഞ്ചാരത്തിലൂടെ, ആ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സഞ്ചാരത്തിലൂടെ ഞാൻ പോകുകയും പല സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വെച്ചത്. അത് ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ? കുറച്ച് പേർക്കെങ്കിലും ഒരു സമാധാനമാകട്ടെ, എൻ്റെ വാക്കുകൾ കുറച്ച് പേരെങ്കിലും ആകണമെങ്കിൽ അങ്ങനെ ആകട്ടെ എന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചിന്തയിൽ ആത്മഹത്യ എന്നുള്ള പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും അതിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ശരിക്കും ആ സോള് ആത്മഹത്യയിലേക്ക് എത്തി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ പ്രാണൻ വിട്ടു പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവർക്കൊരു റീതിങ്കിങ് വരികയാണ്. അയ്യോ, ഇത് വേണ്ടിയിരുന്നില്ല. പക്ഷേ തിരിച്ച് ആ ശരീരത്തിനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ശരീരം നശിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ സോളിന് പുറത്തു പോവുകയും പിന്നെ നിവർത്തിയുള്ളൂ. പക്ഷെ സോളിന് ആഗ്രഹമുണ്ട്, അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചിന്ത അവർക്ക് വരുന്നുണ്ട്. പക്ഷേ ആ സോള് ഒരു നിവൃത്തിയില്ലാതെ പിന്നീട് ആ ശരീരത്തിനകത്തേക്ക് തിരികെ കയറാൻ നിവൃത്തിയില്ലാതെ പുറത്തേക്ക് പോകുന്നു. പക്ഷെ പിന്നീട് ആ സോൾ ഒരുപാട് വിലപിക്കുന്നു, സങ്കടപ്പെടുന്നു. പിന്നീട് ഭൂമിയിൽ അതിനെ നിൽക്കുമ്പോഴൊക്കെയും
അതെന്ത് ചെയ്യും? ലൈറ്റിലേക്ക് പോകാൻ സാധിക്കാതെ, കാരണം സമയമായില്ല ലൈറ്റിലേക്ക് എത്താൻ, ലൈറ്റിലേക്ക് പോകാൻ സാധിക്കാതെ ആ സോൾ നമ്മൾ വിഷമിക്കുമ്പോൾ അതും വിഷമിക്കുകയും നമ്മളോടൊപ്പം ചുറ്റിപ്പറ്റി നിൽക്കുകയും ഒക്കെ ചെയ്യും. നമുക്ക് ദുരന്തങ്ങൾ വിതയ്ക്കുകയും നമ്മുടെ വേദനയിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതായിട്ട് കാലം കഴിയും തോറും മാറുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ ശരീരം വിട്ട് പോകണമെന്ന് തീരുമാനം എടുക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന ആൾക്കാരെ ശാന്തമാക്കി അവരുടെ ലൈഫിലേക്ക് അയക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, ഒരുപാട് പ്രക്രിയകളുണ്ട്, അതിന് ഒരുപാട് പണച്ചെലവുകളുണ്ട്. അതെല്ലാ കുടുംബങ്ങളെയും കൊണ്ടും താങ്ങാൻ പറ്റുന്ന ഒരു പണച്ചെലവായിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളുടെ ആ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കാൻ അവർ ചിലപ്പോൾ വരണമെന്നൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ കഴിയും. ബുദ്ധിമുട്ടിക്കരുത്, ഈ ഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ മാറി നിൽക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺവെർസേഷൻസ് നിങ്ങൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് വരും. കാരണം മരിക്കുന്നതോടൊപ്പം അവർ അവരുടെ ഉപബോധ മനസ്സിനെ കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ശരീരത്തിലാണ് ബോധ മനസ്സുള്ളത്, ഉപബോധ മനസ്സ് വേറൊരു പാർട്ടാണ്. അപ്പൊ ആ ഉപബോധ മനസ്സിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പൊ അതിന് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുന്നു. ഈ ഒരു അവസ്ഥയിൽ കൂടി കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ കടന്നു പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലേ? ഓരോരുത്തർക്കും പല രീതിയിലുള്ള ഇഷ്യൂസാണ് വരുന്നത്, അസുഖങ്ങൾ വരുന്നു, കാരണങ്ങളൊന്നുമില്ലാതെ ഈ ഒരു സോളിന്റെ സമീപനം മൂലം അസുഖങ്ങൾ വരാം, ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അപ്പോഴൊക്കെ മരുന്നുകൊണ്ട് നമുക്ക് മരുന്നിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരികയാണ്, അല്ലേ? അപ്പം പലയിടത്തും പോയി നിങ്ങൾ നോക്കും, പലയിടത്തും പോയി നോക്കുന്ന സമയത്ത് പറയാം ആ സോളിന്റെ ഉപദ്രവമാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ കാരണം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഉള്ള കാരണം ആ സോളിന്റെ ഉപദ്രവമാണെന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് ഇപ്രാവശ്യം പറഞ്ഞു തരികയാണ്. ആർക്ടൂറിയൻ ലൈറ്റ് വർക്കേഴ്സ്, നമുക്ക് അവരുമായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് അവരെ സ്മരിക്കാം. ഈ അസുഖത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടി നമുക്ക് മനസ്സുകൊണ്ട് അവരെ സ്മരിക്കാം. അവര് വരികയും അവരെ വിളിക്കുന്നതിന് മുമ്പായിട്ട് അവരോട് ക്ഷമാപണം ചെയ്യണം. ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചതിന് മാപ്പ് ചോദിക്കണം. മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്, സ്വന്തം നിവൃത്തികേടിന്റെ അങ്ങേ തലയ്ക്കൽ നിൽക്കുമ്പോഴേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് അവരുമായിട്ട് മനസ്സുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കാം. ആ ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് അവർ വരികയും നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ അസുഖങ്ങൾ, നമ്മുടെ പെയിനൊക്കെ മാറ്റാൻ വേണ്ടി അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇതൊരു വിശ്വാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഇതൊരു വിശ്വാസം മാത്രമല്ല, ഒരു സത്യം കൂടിയാണ്. കാരണം അവരുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. വേദനയുടെ കാഠിന്യം കൂടുന്ന സമയത്ത് അവരോട് സംസാരിക്കുമ്പോൾ, അവരെ വിളിക്കുമ്പോൾ അവർ വരികയും ആ ഹീലിംഗ് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഹീലിംഗിന് വേണ്ടി നിങ്ങൾക്ക് അവരെ വിളിക്കുകയും, നിങ്ങൾ ഏതൊരു വിശ്വാസത്തെ വിളിക്കുന്ന പോലൊക്കെ തന്നെയും അവരെ വിളിക്കുകയും അവർ വന്ന അസുഖത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. പിന്നീട് ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ അസുഖം വന്നില്ല എന്നും വരാം. കാരണം ഇവരെ ഹെവനിലെ ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പം സ്വർഗത്തിലെ ഡോക്ടർമാരല്ലേ ഇവര്. അപ്പൊ അവര് കൈ തൊടുന്ന അസുഖം പിന്നീട് ഒരിക്കലും നമുക്ക് ഉണ്ടായില്ല എന്നും വരാം. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു മേജർ ഇഷ്യൂ, ഒരു മേജർ സോളിന്റെ ആ സോൾ എന്തുകൊണ്ട് നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി എനിക്ക് പ്രിയപ്പെട്ട ഒരാള് മരിച്ചു, ദുർമരണമായിരുന്നു. അപ്പൊ അതിന് പുറകെ ഞാൻ പോയിട്ടാണ് ഈ ആർക്ടൂരിയൻ വർക്കേഴ്സിനെ കുറിച്ചും എനർജി വർക്കേഴ്സിനെ കുറിച്ചും സോളിനെ കുറിച്ചും ഒക്കെ ഞാൻ മനസ്സിലാക്കി വരുന്ന സമയത്ത് ഞാൻ ഈ ലൈഫ് വർക്കേഴ്സിനോട് ആവശ്യപ്പെട്ടു, എൻ്റെ കൂടെ നിൽക്കുന്ന ആ സോളിൽ നിന്ന് ശാന്തമാക്കാൻ. അസുഖങ്ങൾക്ക് മാത്രം വിളിക്കാമെന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്ക് അറിയാമെങ്കിലും, അങ്ങനെ ഒന്ന് മാത്രമാണ് അവരെന്ന് എനിക്ക് അറിയാമെങ്കിലും, ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമോ ഈ സോളിനെ ഒന്ന് കാമാൻ കൂളാക്കിയിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് അതിന് സാധിക്കുമോ എന്ന് ഞാൻ അവരോട് പ്രയർ ചെയ്തപ്പോൾ പിന്നീട് കുറേ നാളത്തേക്ക് എനിക്ക് ആ സോളിന്റെ പ്രസൻസ് അനുഭവപ്പെട്ടിട്ടേ ഇല്ല. ഇതാ ഇപ്പൊ ഈ നിമിഷം വരെയും ആ സോളിന്റെ പ്രസൻസ് എനിക്ക് അനുഭവപ്പെടുന്നില്ല. എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന അസുഖങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും അസുഖങ്ങളും ഒഴിഞ്ഞു പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയൊരു വീഡിയോ ഇന്നത്തെ ദിവസം ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ച് മരിച്ചുപോയവരെ കുറിച്ച് അവർക്ക് ശാന്തി കൊടുക്കാൻ കഴിയുന്നില്ല, ഒരുപാട് പണച്ചെലവുകൾ വേണം, എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേര് കാണും, അല്ലെ? അവർക്കൊരു ആശ്വാസം എന്ന രീതിയിലാണ് ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആർക്ടൂരിയൻ ലൈറ്റ് വർക്കേഴ്സിനോട് സംസാരിക്കുക, മനസ്സുകൊണ്ട് സംസാരിക്കുക. അവർ വരും,
അവർ വന്ന് നിങ്ങളെ പ്രശ്നങ്ങളെ സോൾവ് ആക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് എൻ്റെ വിശ്വാസം മാത്രമല്ല, ഞാൻ എൻ്റെ ധ്യാനത്തിലെ അനുഭവം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. മണിക്കൂറുകൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് പല സോളും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ലിമിറ്റ് ഉണ്ട്. ചില സോളുകളൊക്കെ അവർ തേങ്ങുകയാണ്, അവരുടെ കരച്ചിലാണ് നമ്മുടെ കാതിൽ കേൾക്കുന്നത്. കാരണം അവർക്കത് വേണ്ടിയിരുന്നില്ല ഒരു ബോധം അവരെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നു. പക്ഷെ അവർക്ക് തിരിച്ച് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ സംസാരിച്ച് ആശ്വസിപ്പിച്ച് വിടാൻ ശ്രമിക്കുമെങ്കിലും അവർക്ക് തൽക്കാലം ഒരു ആശ്വാസം കിട്ടി അവർ മാറി നിൽക്കുമെങ്കിലും പിന്നീട് ഇതേ തേങ്ങൽ തന്നെയാണ് കേൾക്കുന്നത്. അപ്പൊ ഇങ്ങനെ തേങ്ങലുകളുള്ള ആത്മാക്കളായിട്ട് നമ്മളൊക്കെ മാറാതെ എന്തിന് ആത്മഹത്യയിലേക്ക് പോകണമെന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ ഇന്നലത്തെ എൻ്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകളിൽ എല്ലാവരോടും പറയുകയുണ്ടായി, നിങ്ങൾ അനാവശ്യമായ ഇടപെടലുകളിൽ നിന്ന് മാറി നിൽക്കുക. നിങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരു തീരുമാനമെടുക്കുക. അനാവശ്യമായ ടോക്കുകളിലോട്ട് നിങ്ങൾ പോകുകയില്ല. അനാവശ്യമായിട്ട് വാർത്തകൾ കേൾക്കാൻ വേണ്ടി TV ഓൺ ചെയ്ത് വെക്കുകയില്ല. നിരന്തരമായി ഇത്തരത്തിലുള്ള വാർത്തകളും നിരന്തരമായി ഇത്തരത്തിലുള്ള സീരിയലുകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ബെഡിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെയൊക്കെ റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുത്തരും. പിന്നീട് ഞാൻ ഇന്നലത്തെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പറയുകയുണ്ടായി, എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയുകയുണ്ടായി, വാർത്തയിൽ ന്യൂസ് ചാനലുകാര് ഒരു 4 കുത്ത് ഒരാളെ കുത്തി മരിച്ചു എന്ന് പറയും. ന്യൂസ് ചാനലുകാർ 4 കുത്ത് പറയും. അവര് 2 കുത്തേ ഉള്ളൂ. അവരുടെ കയ്യിൽ നിന്നിട്ടൊരു 4 കുത്തും കൂടെ ആക്കും. 2 കുത്തും കൂടെ അവർ എക്സ്ട്രാ അതിനകത്ത് ആഡ് ചെയ്ത് ഒരു 4 കുത്താക്കും. നമ്മൾ ആരോടെങ്കിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ഒരു 2 കുത്തും കൂടിയിട്ട് നമ്മൾ ഒരു 6 കുത്താക്കി പറയും. അപ്പോൾ ഇത്ര 5-6 കുത്തുണ്ടായിരുന്നു ദേഹത്ത്, എന്തെല്ലാം ന്യൂസുകളാണ് കേൾക്കുന്നത്. ആ ഫീലിങ്സോടുകൂടി നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഇതിങ്ങനെ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മെമ്മറിക്കകത്ത് ഇത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ നൈറ്റിൽ ഉറങ്ങുന്ന സമയത്ത് ഇത് റീക്രിയേറ്റ് ചെയ്യാനുള്ള കഷ്ടപ്പാടിലാണ് പാവം. അതിനും അറിയില്ല അത് ചെയ്യുന്നത് ഒരു തെറ്റായ ഒരു പ്രോസസ്സാണെന്ന് അതിനറിയില്ല. കാരണം ഇത് അറിയാതെ പോകുന്നതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചിന്തിക്കാനുള്ള ശേഷിയില്ല. അതിന് ശരി ഏത് തെറ്റേതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമായ കാര്യമാണ് നമുക്ക് വേണ്ടതെന്ന് കരുതിയിട്ടാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുത്തരുന്നത്. എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് പോവുക. നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ ഹീൽ ചെയ്ത് മാറ്റാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇന്ന് ഇത്രയേ ഉള്ളൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമായിട്ടുണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ മടിക്കരുത്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാൻ മടിക്കരുത്. ഞാനൊരു ചെറിയൊരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൻ്റെ ഒരു വെബിനാർ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ ഫീസൊന്നുമില്ല. അത് നാളെ വൈകുന്നേരം 7 മണിക്ക് നടത്താനാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ഗ്രൂപ്പിൽ ലിങ്കിൽ കയറി അതിലേക്ക് ജോയിൻ ആവാവുന്നതാണ്. നമുക്ക് ഗ്രൂപ്പിൽ സംസാരിക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.